അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറഫ എന്ന് പറയുന്ന ലോക ജനതകൾ ഒരുമിച്ച് കൂടുന്ന, വിശ്വാസി സമൂഹം ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായ അറഫയുടേതായ അതിർത്തികൾ കടന്നുകൊണ്ട് ജബലുർ റഹ്മ എന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ പർവ്വതത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ 23 വർഷക്കാലത്തിൻ്റെ ദൗത്യത്തിൻ്റെ അവസാന പൂർത്തീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തുൽ കിറാം അറഫാത്തിൻ്റെ മലമുകളിൽ പ്രവാചകൻ പ്രകമ്പനം കൊള്ളുന്ന ഒരു പ്രഭാഷണം നടത്തിയ ആ ഒരു മലയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന അവസാന നിമിഷത്തിലൂടെ അള്ളാഹു റസൂൽ കടന്നു പോകുന്നു എന്ന ആ വാർത്ത പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ ഹൃദയത്തിലേക്ക് പതിക്കുന്ന ഒരു സമയം. കാരണം എല്ലാം ഉസ്താദ് പറഞ്ഞതുപോലെ പൂർത്തീകരിക്കപ്പെട്ടു. അള്ളാഹു നിസ്കാരം ഫർളാക്കപ്പെട്ടു. എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുരുഷായുസ്സിന് ചെയ്തു തീർക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം 23 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് സംവദിച്ചിട്ട് ആ ദീനിനെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദീനിനെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അറഫ എന്ന് പറയുന്ന മല, പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. ആദം ഹവ്വ ദമ്പതികളെ കണ്ടുമുട്ടി അവർ പരസ്പരം മനസ്സിലാക്കിയതും ഈ അറഫയാണെന്ന് ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്ന ഒരു മലയാണ്. അള്ളാഹു താല കാണാൻ നമ്മുടെ ഉംറ സംഘത്തിന്, വിവാഹ ട്രാവൽസിൻ്റെ കീഴിലുള്ള നമ്മുടെ ഉംറ സംഘത്തിന്, പ്രിയപ്പെട്ട വാഴൂർ സയ്യിദ് ഉസ്താദിനോടൊപ്പം ചേർന്നുള്ള ഈ ഒരു സംഘത്തിന് പരിശുദ്ധമായ ഈ ജബലുർ റഹ്മയിലെത്താൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ട് അവസാനം അൽയൗമാക്കുമൽത്തു ലക്കും ദീനക്കും വാത്തുമംദു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന, ഇന്നേ ദിവസം അള്ളാഹു ദീനിനെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇനി ദീനിന് ഒരു കുറവുമില്ല, ഒരു കൂട്ടലുമില്ല എന്ന് പ്രവാചകന്റെ മേൽ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ വന്ന് മുത്തുനബിയോട് ആയത്ത് കൊടുത്തു. അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹി മടങ്ങുന്ന അവസാന നിമിഷങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു പരിശുദ്ധമായ ജബലുർ റഹ്മ എന്ന അറഫ എന്ന മല നമ്മെ പരിചയപ്പെടുത്തുന്ന, അറഫ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോഴും പ്രധാനപ്പെട്ട് പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ നടന്നത് ജബലുർ റഹ്മയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കാണാൻ മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരുപാട് പ്രാവശ്യം ഈ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ, ആകാശത്തിന് താഴെയും മണ്ണിന് മുകളിലൂടെയും നാം നടക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഇതുപോലുള്ള ചരിത്രഭൂമികളിലേക്ക് മടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, സഹോദരിമാര്, ഉമ്മമാര്, കുഞ്ഞുങ്ങൾ അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമുക്കും ഇതുപോലെ പിന്നിൽ അണിനിരക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.